എല്ലാവർക്കും നമസ്കാരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ വൈറ്റ് ഹൌസിൽ വിളിച്ചു വരുത്തി ഉച്ചഭക്ഷണം നൽകുന്നത്. ഒരു പാകിസ്ഥാൻ സൈനിക നേതാവിനെ ഒരു US പ്രസിഡന്റ് സ്വാഗതം ചെയ്യുന്നത് ഇതാദ്യമല്ല. അതിൽ അത്ഭുതപ്പെടാൻ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ചരിത്രരേഖകൾ പ്രകാരം ജനറൽ അയൂബ് ഖാൻ, ജനറൽ സിയ ഉൽ ഹഖ്, പർവേസ് മുഷറഫ് എന്നിവരുൾപ്പെടെ നിരവധി പാകിസ്ഥാൻ ഭരണാധികാരികളും സൈനിക മേധാവികളും കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അമേരിക്കൻ പ്രസിഡന്റുമാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ശീതയുദ്ധകാലത്ത് 9/11 ശേഷമുള്ള കാലഘട്ടങ്ങളിലും ഇത് തുടർന്നു പോരുകയും ചെയ്തിരുന്നു. സോവിയറ്റ് സ്വാധീനത്തെ ഇല്ലാതെയാക്കുക, അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്യുക, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ US പ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കുക തുടങ്ങിയ വളരെ തന്ത്രപരമായ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കായി ഈ കൂടിക്കാഴ്ചകൾ അമേരിക്കയ്ക്ക് എല്ലാ കാലഘട്ടത്തിലും ഉപകരിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതേസമയം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യോഗത്തിൽ ചേരാനും വൈറ്റ് ഹൌസിൽ സന്ദർശിക്കാനും വാഷിംഗ്ടണിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയുടെ നിലവിലെ വിദേശ നയ നിലപാടിനനുസൃതമായി പ്രത്യേകിച്ച് പ്രധാന എതിരാളികളായ പാകിസ്ഥാനോട് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ അറിയിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിസ്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ ഒരു ക്ഷണം വന്നിരുന്നുവെന്നും ആ ക്ഷണം ഇന്ത്യൻ പ്രധാനമന്ത്രി നിരസിച്ചുവെന്നും കൃത്യമായി വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, പഹൽഗാം അറ്റാക്കും അതിന് മുൻപുണ്ടായിരുന്ന ഒരുപാട് ഇൻസിഡന്റുകളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് എതിരെ നടത്തിവരുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഒരുമിച്ച് തീർക്കുകയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്പോൺസർഷിപ്പിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ, ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിർത്താതെ, അതിന് ചർച്ചയ്ക്ക് തയ്യാറാവാതെ ഇന്ത്യ ഒരു തരത്തിലും പാകിസ്ഥാനോട് യോജിച്ചു പോവില്ല, ചർച്ചകൾക്ക് തയ്യാറല്ല എന്നതാണ് ഇന്ത്യൻ നിലപാട്. ഈ ഘട്ടത്തിലാണ് മോദിയെ കൂടി അസീം മുനീറിനൊപ്പം സംസാരിക്കാൻ ട്രംപ് ക്ഷണിക്കുന്നത്. ഏതായാലും ഇന്ത്യ ക്ഷണം നിരസിച്ചു. ട്രംപിന്റെ പാകിസ്ഥാനുമായുള്ള പ്രവചനാതീതമായ ഇടപെടൽ ഇന്ത്യക്ക് ഉള്ള വർദ്ധിച്ചു വരുന്ന അസ്വസ്ഥത കൂടി തെളിവാക്കുന്നതാണ് മോദിയുടെ ഈ തീരുമാനം എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. മാത്രമല്ല, ഇതിനോടകം 14 തവണയാണ് താനാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്താൻ മധ്യസ്ഥനായതെന്ന് ട്രംപ് അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരുന്നത്. വെടിനിർത്തൽ കരാറിൽ ഇടനിലക്കാരനായി ട്രംപ് വന്നുവെന്നും യുദ്ധം പൊട്ടിപ്പുറപ്പെടാതിരിക്കാൻ ഇത് സഹായകരമാണെന്നും പാകിസ്ഥാൻ പറയുമ്പോഴും മോദി ഇതിനെ അനുകൂലിച്ചിട്ടില്ല, എതിർത്ത് സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിലേക്ക് കടക്കാതിരിക്കാൻ ട്രംപ് സഹായിച്ചു, മധ്യസ്ഥനായി എന്നതുകൊണ്ട് ട്രംപിന് നോബൽ പുരസ്കാരം കൊടുക്കണം സമാധാനത്തിനുള്ളത് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ്റെ ഒരു നിർദ്ദേശവും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വരികയുണ്ടായി. ഇന്ത്യയുടെ ശക്തമായ ഭീകരവിരുദ്ധ നിലപാട് പ്രദർശിപ്പിച്ച വളരെ നിർണായകമായ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് പാകിസ്ഥാൻ കാല് പിടിച്ചിട്ടാണ് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായത് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ട്രംപ് പാകിസ്ഥാനെ എന്തിനാണ് സമീപിക്കുന്നതെന്നൊരു ചോദ്യം കൂടി ഇവിടെ ബാക്കിയാവുന്നുണ്ട്. എന്തിനാണ് നിലവിൽ ട്രംപ് ഇത്തരമൊരു നീക്കം നടത്തിയെന്ന ചോദ്യത്തിന് മറുപടിയായി, ചരിത്രപരമായി പാകിസ്ഥാൻ അല്ലെങ്കിൽ ഈ മേഖലയിലെ അമേരിക്കൻ പ്രതിരോധ താല്പര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ സൗകര്യപ്രദമായ ഒരു സഖ്യകക്ഷിയാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് എന്നതും സത്യമാണ്. മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കുക എന്നതാണ് അമേരിക്കയുടെ നിക്ഷിപ്ത താല്പര്യം. എന്നാൽ അതിനേക്കാൾ പ്രധാനമായി ഉയർന്നു വരുന്ന മറ്റൊരു വാദമുണ്ട്. US നിയന്ത്രിത ബിറ്റ്കോയിൻ റിസർവ് സൗകര്യം പാകിസ്ഥാനിൽ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതുവരെ ഔദ്യോഗികമായി ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇത് ശരിയാണെങ്കിൽ ക്രിപ്റ്റോ കറൻസി, ജിയോ പൊളിറ്റിക്സും ഒക്കെ ബന്ധപ്പെട്ട് ഒരു വലിയ മാറ്റം പാകിസ്ഥാൻ അമേരിക്ക കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ട്രംപിന്റെ മകൻ ഉൾപ്പെടെ പേര് കേട്ട ക്രിപ്റ്റോ കറൻസി ബിസിനസ്സുകാരാണ്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കത് പരീക്ഷിക്കാൻ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു പാവ കിട്ടുന്ന പോലെ ഒരു രാജ്യത്തെ ആവശ്യമാണ്. അമേരിക്കയിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം സ്വതന്ത്രമായതുകൊണ്ട് തന്നെ ട്രംപിനും അവരുടെ കുടുംബത്തിനും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അമേരിക്കൻ സാമ്പത്തിക നയത്തിലോ ഈ ഫെഡിന്റെ തലയ്ക്ക് മുകളിലോ നിലപാടുകൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിനനുസരിച്ച് താളത്തിനൊക്കെ തുള്ളുന്ന ഒരു രാജ്യത്തെ അവർക്ക് നിലവിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ പോലെ അമേരിക്കയുടെ കാരുണ്യത്തിൽ കഴിയുന്ന ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നിന്നു കൊടുക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. അസാധാരണമായ സഖ്യങ്ങൾക്ക് പേരുകേട്ട ട്രംപ് ഡിജിറ്റൽ ഫിനാൻസിലും അടിസ്ഥാന സൗകര്യങ്ങളിലും പാകിസ്ഥാൻ ഒരു സാധ്യതയുള്ള സാമ്പത്തിക സഖ്യകക്ഷിയെ കാണുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് അതിൻ്റെ മറ്റൊരു വശം. ഇനി മറ്റൊന്നാണ് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. നമുക്കറിയാവുന്നതാണ് CPEC അഥവാ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി. ഈ വഴി പാകിസ്ഥാന് ചൈനയുമായുള്ള ആഴത്തിലുള്ള സാമ്പത്തിക ബന്ധങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു ചൈന വിരുദ്ധ ലിവറേജ് എന്തായാലും അമേരിക്ക ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇതിനായി പാകിസ്ഥാനെ കൂടെ നിർത്തണം എന്നതാണ് അമേരിക്കയുടെ ആവശ്യം.
മറ്റൊന്ന് അസീം മുനീറുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ച ഉപരിതലത്തിൽ വളരെ പ്രതീകാത്മകമായൊക്കെ നമുക്ക് തോന്നാമെങ്കിലും US ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ ഇതിന് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ട്. ഭീകരതയെ ചെറുക്കുന്നതിൽ അമേരിക്കയുടെ ആത്മാർത്ഥതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് ഒസാമ ബിൻ ലാദന്റെ ചരിത്രം. അമേരിക്ക എത്രയോ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേദിയാവുന്ന അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങളെ ഊട്ടി വളർത്തുന്ന ഒരു രാഷ്ട്രമാണ്. അങ്ങനെ ഒരു രാഷ്ട്രത്തെ അമേരിക്കയെ പോലെ ഇതിനേക്ക് എതിർത്തിരുന്ന ഒരു രാഷ്ട്രം, അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും കൂടുതൽ വിപത്തുകൾ സ്വീകരിച്ചിരുന്ന ഒരു രാഷ്ട്രം ഇപ്പോൾ പാകിസ്ഥാനുമായി കൈകോർക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യക്ക് നേരെ ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുന്ന ഘട്ടത്തിൽ എന്തിനാണെന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റും പാകിസ്ഥാന്റെ മിലിറ്ററി ഹെഡും തമ്മിൽ ഒരു കൂടിക്കാഴ്ച പതിവുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിലായി പ്രസിഡന്റുമാരൊക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ അവർ സൈനിക അട്ടിമറിയിലൂടെയാണ് പാകിസ്ഥാന്റെ അധികാരം പിടിച്ചതിനു ശേഷം പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള കൂടിക്കാഴ്ചകൾ കൂടിയായിരുന്നു. ഇനി മറ്റൊന്ന്, ഇപ്പോൾ ട്രംപ് നടത്തുന്ന ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം പാകിസ്ഥാനോടുള്ള കൂടിക്കാഴ്ച ആയിക്കൊള്ളട്ടെ, താനാണ് മീഡിയേറ്ററായി എന്നുള്ള വാദഗതികളായിക്കോട്ടെ, ഇതൊക്കെ നരേന്ദ്രമോദിയുടെ നയതന്ത്ര പരാജയമാണെന്നും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്നും ഒക്കെ ഇന്ത്യയിലെ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി ഇന്ത്യക്ക് ഇതിലൊന്നും ചെയ്യാനില്ല എന്നൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയെ വിമർശിക്കുന്ന ആളുകൾ, പാകിസ്ഥാൻ എന്നും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രാറ്റജിക്കലായ ഒരു രാജ്യമാണ്. അതിന്റെ കാരണങ്ങൾ നമ്മൾ നിരത്തിക്കഴിഞ്ഞു. അവർ ഇന്ത്യക്ക് വേണ്ടി എന്നല്ല, ആർക്ക് വേണ്ടിയും പാകിസ്ഥാനെ വിട്ടുകളയില്ല. പാകിസ്ഥാന്റെ ചൈനീസ് കോർപ്പറേഷൻ ഇതിനു മുമ്പുള്ള അമേരിക്കൻ ഭരണകൂടങ്ങളുടെ പിടിപ്പുകേടായാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കണക്കാക്കുന്നത്. അതായത് പാകിസ്ഥാനും ചൈനയും ചേർന്ന് നിൽക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റുമാരായി വന്ന ആളുകളുടെ ഭരണകൂട പരാജയം എന്ന രീതിയിലാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനെയും കൂടി തങ്ങളുടെ വിശാലമായ ബിസിനസ് താല്പര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക എന്നതാണ് അമേരിക്കയുടെ നയം. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനോ ഒരു കോൺഫ്ലിക്റ്റോ അമേരിക്ക ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്നൊരു പ്രാക്ടിക്കൽ വശം കൂടി ഇതിനുണ്ട്. ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ പാകിസ്ഥാന് കൂടുതൽ പരിക്കുകൾ ഉണ്ടാതെ രക്ഷിച്ചെടുക്കുക, അവരുടെ പാകിസ്ഥാൻ ഭരണകൂടത്തിന്മേൽ കൂടുതൽ ഒരു ലിവറേജ് അല്ലെങ്കിൽ കൂടുതൽ സ്വാധീനം നേടുക എന്ന തന്ത്രമാണ് ട്രംപ് നിലവിൽ പയറ്റുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാദമായി ചില രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തിക്കാണിക്കുന്ന ഒരു കാര്യം നമുക്കറിയാവുന്നതാണ്. ഇസ്രായേൽ ഇറാൻ വാർ അതിൻ്റെ എസ്കലേഷനിലാണ്. യുദ്ധം വലിയ രീതിയിൽ നടക്കുകയാണ്. ഈ സമയത്ത് പാകിസ്ഥാൻ ഏകദേശം ഒരു 900 കിലോമീറ്റർ ഇറാനുമായി പങ്കുവയ്ക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. ഇവിടെ അടക്കം ഇറാനെ നേരിടാൻ പാകിസ്ഥാൻ ഇനി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ എയർബേസുകളെ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാം എന്നൊരു കാര്യം കൂടി ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊന്നും ഉള്ള യാഥാർത്ഥ്യങ്ങളല്ല. യഥാർത്ഥത്തിൽ ചെയ്യാൻ പോകുന്നത് ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് നടത്തുക, അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, തൻ്റെ സ്വയമായുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് ട്രംപ് നിലകൊള്ളുന്നത്. അത് പാകിസ്ഥാൻ എന്നുള്ളൊരു പപ്പറ്റ് രാഷ്ട്രം അല്ലെങ്കിൽ ഒരു പാവരാഷ്ട്രം കൂടെ ഉണ്ടെങ്കിൽ എങ്കിൽ പിന്നെ എല്ലാം വളരെ പെട്ടെന്ന് വളരെ ഈസിയായി നടക്കുമെന്ന കാര്യത്തിൽ ട്രംപിന് യാതൊരു സംശയവുമില്ല. അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.